ഡിയർ ഓൾ, നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ 5th യൂണിറ്റായ അവർ എർത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്, പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയർ. എന്താണ് അറ്റ്മോസ്ഫിയർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എർത്തിൻ്റെ മുകളിൽ ഗ്യാസിൻ്റെ ഒരു ലെയർ ഉണ്ടെന്ന് അല്ലേ. എർത്തിൻ്റെ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞിരിക്കുന്ന എയറിൻ്റെ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. എർത്തിനെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞിരിക്കുന്ന ഗ്യാസിൻ്റെ ആ ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാവേ. അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ? ഗ്യാസസ്, വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇനി അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്യാസസ് നോക്കി, ഒരു ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ്, ഇപ്പോൾ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് മുകളിലോട്ട് പൊക്കം കൂടി വരുന്തോറും ഗ്യാസിൻ്റെ ലെവല് കുറഞ്ഞു വരികയാണ് കേട്ടോ. നമുക്കിനി നോക്കാം. ഇനി ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണെന്ന് നോക്കാം അറ്റ്മോസ്ഫിയറിലുള്ളത്. നോക്കി, ഈ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതാണുള്ളത്. നൈട്രജൻ. ശരിയാണ്, നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ. അപ്പോൾ നൈട്രജനും ഓക്സിജനും കൂടി നോക്കുമ്പോൾ തന്നെ 99% ആയി. ആ ടോട്ടലുള്ള ഗ്യാസിന് 99% തന്നെ നൈട്രജനും ഓക്സിജനും ആണ് അല്ലേ. അപ്പോൾ ബാക്കി വരുന്ന ഈ 1%ലാണ് ബാക്കിയുള്ള ഗ്യാസസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബാക്കി ഗ്യാസസ് എല്ലാം വരുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. ഗ്യാസസ്, വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ എങ്ങനെയാണ് വരുന്നത്? ഡ്യൂ ടു ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്താ നമുക്കറിയാം. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം ദ എർത്ത് സർഫേസ് ഹീറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഈസ് കോൾഡ് ഇവാപ്പറേഷൻ അല്ലേ. നമ്മുടെ എർത്തിൻ്റെ സർഫേസിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടായി അത് വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവാപ്പറേഷൻ മൂലം ധാരാളം വെള്ളം അറ്റ്മോസ്ഫിയറിൽ തങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് എത്ര കിലോമീറ്ററോളം ഓൾട്ടിറ്റ്യൂഡിലാണ് വാട്ടർ വേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്? വെറും 90 കിലോമീറ്റേഴ്സ് പൊക്കത്തിൽ മാത്രമേ വാട്ടർ വേപ്പർ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ കമ്പോണൻസ്, അറ്റ്മോസ്ഫിയറിൻ്റെ കമ്പോണൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു വാട്ടർ വേപ്പർ, ഗ്യാസസ്, വേരിയസ് ടൈപ്പ് ഓഫ് ഗ്യാസസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. വിൻഡിലൂടെ അല്ലേ, കാറ്റ് വീശുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. പിന്നെ കൂടാതെ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻസ് വരുമ്പോൾ അതിൻ്റെ ലാവയൊക്കെ വരുന്നതിനോടൊപ്പം തന്നെ ഗ്യാസസും കുറേ പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും പുറത്തോട്ട് വരുന്നു. കൂടാതെ ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ബേണിംഗ് ഓഫ് മീറ്റിയോർസ് ബേൺ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ അത് ഇങ്ങനെ പൊടിപടലങ്ങൾ നിക്ഷേപിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ധാരാളമായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നത് കേട്ടോ. ഇനി അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ഡസ്റ്റ് പാർട്ടിക്കിൾസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫേസ്. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ മാത്രമാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ വാട്ടർ വേപ്പർ ആണെങ്കിലും വാട്ടർ വേപ്പറിൻ്റെ അവൈലബിലിറ്റി ഒരു 90 കിലോമീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡിലാണ് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ക്ലൗഡ്സ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ക്ലൗഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വാട്ടർ വേപ്പർ, ഇപ്പം നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ധാരാളം ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നറിയാം. ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് വാട്ടർ വേപ്പർ ഇങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ മുകളിലോട്ട് പോകുന്തോറും അറ്റ്മോസ്ഫിയറിൽ തണുപ്പാണ് അല്ലേ. മുകളിലോട്ട് പോകുന്തോറും തണുപ്പാണ്. അപ്പോൾ വാട്ടർ വേപ്പർ മുകളിലേക്ക് പോകുന്തോറും അതിന് തണുത്ത് അതിൻ്റെ അടുത്ത ഫോമായ വെള്ളത്തുള്ളികളായിട്ട് മാറുന്നു. ഈ വെള്ളത്തുള്ളികൾ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് പിടിക്കുന്നു. ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന ആ വെള്ളത്തുള്ളികൾ എല്ലാം കൂടി ഒന്നിച്ചുകൂടി ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു പുതിയ ടേം പഠിപ്പിച്ചു തരാം കേട്ടോ. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ? എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മളുടെ ക്ലൗഡ്സ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിലോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് കേട്ടോ.
നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ലൈഫിൻ്റെ സർവൈവലിന് വേണ്ടി എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം എന്താ, നമുക്ക് വേണ്ട, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറാണ്. പ്ലാന്റ്സിന് വേണ്ട, അവർക്ക് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്നത് ഏതാ, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതേപോലെ ഈ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലേക്ക് പതിയാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, സണ്ണിൻ്റെ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിൽ പതിയാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഈ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കൂടാതെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു, എന്ത് പറഞ്ഞായിരുന്നു, ക്ലൗഡ്സ് ഉണ്ടാവുന്നത്, കാറ്റുണ്ടാവുന്നത്, അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് മിക്കതും ഈ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരു ലൈഫ് തന്നെ, ഒരു ലൈഫ് ലിവിങ് തിങ്സും ജീവനോടെ ഉണ്ടാകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ അറ്റ്മോസ്ഫിയർ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഹ്യൂമൻ ബീയിങ്സ് അവരുടെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇടപെടൽ കൊണ്ട് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്താണെന്നുള്ള ടേം നമുക്കൊന്ന് നോക്കാം. ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, toxic gases and other chemicals in the air that alters the composition of atmosphere is known as atmospheric pollution. അപ്പോൾ ഈ ഒരു ടേം, ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറ്റ്മോസ്ഫിയറിന് അതിൻ്റേതായ ഒരു ഇതുണ്ട് അല്ലേ, ആ ഒരു ഇതിനെ ഓൾട്ടർ ചെയ്യുന്ന, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനോട് സ്മോക്കോ ടോക്സിക് ഗ്യാസസോ ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനായിട്ട് മാറുന്നു. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത്? നമുക്കറിയാം അല്ലേ, വെഹിക്കിൾസിൽ നിന്ന് വരുന്ന സ്മോക്ക്, ഫാക്ടറീസിൽ നിന്ന് വരുന്ന സ്മോക്ക്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്മോക്ക്, അതേപോലെ റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പലതരം ഗ്യാസ്, ഇതൊക്കെ ലീക്ക് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകുന്നു. അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ചില സ്ഥലങ്ങളിൽ ആസിഡ് റെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആസിഡ് റെയിൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, വെള്ളം എന്ന് വെച്ചാൽ H2O എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജൻ്റെ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലുള്ളതാണ് നമുക്ക് ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരായേ. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രീസൊക്കെ ഉള്ള, ഫാക്ടറീസൊക്കെ ഉള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അവിടുത്തെ ഫാക്ടറീസിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഇങ്ങനെ പെട്രോളിയം, ഫോസിൽ ഫ്യൂൾസൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ പറയുന്ന ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആവുകയും ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെ റെയിൻ വരുമ്പോൾ ഈ പറയുന്ന മഴവെള്ളത്തിലൂടെ ഈ പറഞ്ഞ ഗ്യാസസ് എല്ലാം മിക്സ് ചെയ്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ, വാട്ടറിന് നാച്ചുറലായിട്ടുള്ള ഒരു pH വാല്യൂ ഉണ്ടല്ലോ. pH വാല്യൂ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, ആ ഹൈഡ്രജൻ്റെ ആ പൊട്ടൻഷ്യൽ കുറയുന്നു. ഈ പറഞ്ഞ പോയിസണസ് ടോക്സിക് ഗ്യാസസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ കുറയുകയും അത് if a pH value of rain is less than 5 താഴെയായിട്ട് pH വാല്യൂ മാറുമ്പോൾ അത് ആസിഡ് റെയിൻ ആയിട്ട് മാറുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ പോയിസണസ് ഗ്യാസസ് വാട്ടറിൽ മിക്സ് ആവുമ്പോൾ ഹൈഡ്രജൻ്റെ ആ പൊട്ടൻഷ്യൽ കുറയുകയും അതൊരു ആസിഡായിട്ട് മാറുകയും ആ വാട്ടർ ആസിഡായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആസിഡ് റെയിൻ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്നു. അതേപോലെ അവിടെയുള്ള നാച്ചുറലായിട്ടുള്ള വെജിറ്റേഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസും ഈ പറഞ്ഞ ആസിഡ് റെയിൻ മൂലം ഉണ്ടാകുന്നു കേട്ടോ, ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. ഇതുപോലെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു ഡിസാസ്റ്ററാണ് സ്മോഗ്. നമുക്ക് എന്താണെന്നറിയാമല്ലേ? ഫോഗ് എന്താണെന്നറിയാമല്ലോ? ഫോഗ് നമുക്കറിയാം, അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ വാട്ടർ വേപ്പർ ഉണ്ട്, അതിങ്ങനെ തണുത്തിട്ട് ആ തുള്ളികളായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഫോഗ്. അപ്പോൾ ഈ പറഞ്ഞ ഫോഗിലോട്ട് എന്ത് സംഭവിക്കും? സ്മോക്കും കൂടി ബ്ലെൻഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയയിൽ ഇൻഡസ്ട്രീസൊക്കെ ധാരാളമുള്ള, പൊല്യൂട്ടഡ് എയറുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് ധാരാളമായിട്ട് ഇതേപോലെ സ്മോഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ റീസൺസ് മനസ്സിലായി. ഇനി നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് എങ്ങനെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം വെഹിക്കിൾസ് പോകുമ്പോൾ അതിൽ നിന്നുള്ള സ്മോക്ക് ഭയങ്കരമായിട്ട് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ സ്മോക്ക് എമിറ്റ് ചെയ്യുന്ന വെഹിക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി, എൻജിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കുമല്ലോ അത്രയും സ്മോക്ക് വരുന്നത്. അപ്പോൾ ആ വെഹിക്കിൾ എൻജിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗം നോക്കുക. വെഹിക്കിളിൻ്റെ എൻജിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അതേപോലെ ടെക്നോളജി ഷുഡ് ബി ഡെവലപ്പ് ടു റീസൈക്കിൾ പ്ലാസ്റ്റിക് കത്തിക്കാതെ അത് റീസൈക്കിൾ ചെയ്യാനുള്ള മാർഗം നോക്കുക. ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കാനുള്ള, ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം, വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. വനങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കും? അത് ആരും ഓക്സിജനാക്കി മാറ്റും. അപ്പോൾ ഒരു കാരണവശാലും ട്രീസ് ഒന്നും ഇങ്ങനെ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. അതിങ്ങനെ വെട്ടി നശിപ്പിച്ചാൽ ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജൻ സപ്ലിൻ്റെ അവൈലബിലിറ്റി കൂടണമെങ്കിൽ ധാരാളമായിട്ട് ചെടികൾ വെച്ച് നടേണ്ട ആവശ്യമുണ്ട് അല്ലേ. അതേപോലെ ബൈ യൂസിങ് നോൺ കൺവെൻഷണൽ എനർജി ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ പെട്രോളിയം പ്രൊഡക്ട്സ്, ഡീസൽ, പെട്രോള്, കെറോസിൻ ഇങ്ങനെ പറയുന്ന ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നോൺ കൺവെൻഷണൽ എനർജി യൂസ് ചെയ്യുക. കൺവെൻഷണൽ എനർജി എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത സോളാർ എനർജി, വിൻഡിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ വേസിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്ത് നമ്മൾക്ക് എൻജിൻസൊക്കെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്മോക്ക് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോഴാണ് ധാരാളം ഇങ്ങനെ പോയിസണസ് സ്മോക്ക് എമിറ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? നോൺ കൺവെൻഷണൽ എനർജി യൂസ് ചെയ്യുമ്പോൾ, സോളാർ എനർജി അങ്ങനെയുള്ള എനർജി ഉപയോഗിച്ചിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ടുള്ള ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോക്ക് എമിഷൻ കുറയ്ക്കാൻ സാധിക്കും.